പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീട് പുക്കാട്ടുപടിക്ക് അടുത്താണുള്ളത്. ഒരു മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയാണ്. വീടുകളൊക്കെ വീണ്ടും പണിതുകൊണ്ടിരിക്കുന്നു. ഈ വീട് ഇതിൻ്റെ ഫസ്റ്റ് വീടാണ്. റോഡ് ഫ്രണ്ടേജാണ്. ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു 300 മീറ്റർ ഉണ്ടാവുക. 4 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. നമുക്ക് മുറ്റത്ത് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒരു വലിയ ഗേറ്റും ഒരു ചെറിയ ഗേറ്റുമാണ് ഇതിൽ വച്ചിരിക്കുന്നത്. പിന്നെ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ്. ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള ഏരിയയാണിത്. 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നമ്മൾക്ക് സാധാരണക്കാരന് പറ്റിയ രീതിയിൽ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. ഈ വീടിൻ്റെ ഉൾക്കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്കും ഷെയറും ചെയ്യണം. നമ്മളാദ്യം ലിവിങ്ങിലേക്ക് കിടക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ, നല്ല മനോഹരമായ രീതിയിൽ തന്നെ അതിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയ അത്യാവശ്യം വലിയ ലിവിങ് തന്നെയാണ്. അവിടെ ഒരു TV വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസും കിച്ചണും ഒരു ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഓപ്പൺ കിച്ചൺ. വളരെ മനോഹരമായിട്ട് തന്നെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. കിച്ചൺ വളരെ മനോഹരമായി കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ളൊരു സ്ഥലം കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് പിന്നീട് വർക്ക് ഏരിയ ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. താഴെ ഒരു ബെഡ്റൂമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ നോക്കൂ, വളരെ വലിയൊരു ബെഡ്റൂമാണ്. അവിടെയും നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ സീലിംഗ് വർക്ക് നടത്തിയിരിക്കുന്നു. നമുക്ക് ഡ്രസ്സിങ് പോർഷനൊക്കെ സെപ്പറേറ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലാണെങ്കിലും വളരെ വലിയൊരു സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വലിയൊരു സ്റ്റോറേജാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഒരു പോർഷൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് സാധാരണക്കാരന് താങ്ങുന്ന രീതിയിൽ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് പോകാനോ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനൊക്കെ അടുത്താണ്. കൂടാതെ ചാരക്ടർ സ്കൂൾ തൊട്ടടുത്താണ്. അതൊന്നും ഒരു പ്രത്യേകതയാണ്. ഇൻ്റർനാഷണൽ സ്കൂൾ, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് വെറും 300 മീറ്ററേ ഉള്ളൂ. മുകളിലും 2 ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 ബെഡ്റൂമിൻ്റെ വീടാണെങ്കിലും വലിയ ബെഡ്റൂമാണ്. 3 ബെഡ്റൂമും വളരെ വലിയ ബെഡ്റൂമാണ്. എല്ലാത്തിലും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ കാണാം ഒരു സ്റ്റഡി ഏരിയ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യാനുള്ള രീതിയിൽ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ യൂട്ടിലിറ്റി ഏരിയ ശരിക്കും ഭിത്തി പണിതിരിക്കുകയാണ്. ഇഷ്ടിക വെച്ച് പണിതിരിക്കുകയാണ്. സാധാരണ ഇതിൽ മെഷൊക്കെ ഇട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാം. ഞാൻ തൽക്കാലം മുകളിലേക്ക് പോകുന്നില്ല എന്തായാലും. കൂടാതെ വാഹനങ്ങളൊക്കെ ഏത് വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് വരുമെന്നുള്ള പ്രത്യേകതയാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. പുക്കാട്ടുപടിയിലേക്ക് പോകാനും മലയണിന്തുരത്തിലേക്ക് പോകാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഞാൻ മറന്നുപോയ കാര്യമാണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക.